തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നതിനിടെ സംസ്ഥാനത്ത് ചുവടുറപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ നീക്കങ്ങൾ പാളുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. പല ജില്ലകളിലും ശക്തി കേന്ദ്രങ്ങളിലും വിമതശല്യവും ചേരിപ്പോരുമാണ് ബി.ജെ.പിയെ വെട്ടിലാക്കുന്നത്. മിക്ക ജില്ലകളിലും ആർ.എസ്.എസിന്റെ അമിത ഇടപെടൽ സ്ഥാനാർത്ഥി നിർണയത്തെ ഗുരുതരമായി ബാധിച്ചുവെന്നും പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ബി.ജെ.പിക്ക് അതിന് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇത്തവണ തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് കോർപ്പറേഷനുകൾ പിടിക്കണമെന്നായിരുന്നു ലക്ഷ്യങ്ങളിലൊന്ന്. തിരുവനന്തപുരത്ത് 2 പേരുടെ ആത്മഹത്യ പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ ജനകീയനായിരുന്ന കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയുടെ ഞെട്ടൽ മാറും മുമ്പാണ് സജീവ ആർ.എസ്.എസ് പ്രവർത്തകനായിരുന്ന ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ഇതിനു പുറമെ നെടുമങ്ങാട്ടെ വനിതാ നേതാവിന്റെ ആത്മഹത്യാ ശ്രമവും പാർട്ടിയെ ആകെ ഒലിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ തലസ്ഥാന ജില്ലയിലെ പലയിടങ്ങളിലും പ്രവർത്തകരും നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ പരിധിയിലും ബി.ജെ.പിയുടെ നില അത്ര ഭദ്രമല്ല. പാർട്ടിയിലെ മുതിർന്ന നേതാവായ എം.എസ്. കുമാർ ബി.ജെ.പി നേതാക്കൾക്കെതിരെ നടത്തിയിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്തവർ ബി.ജെ.പി നേതാക്കളാണെന്നും അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം. ഇതോടെ എം.എസ്. കുമാറും പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുകയാണ്. തൃശൂർ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് പാർട്ടി ഭാരവാഹികളുടെ കൂട്ടരാജിയാണ് നടക്കുന്നത്. പത്മജ വേണുഗോപാലിന്റെ ഇംഗിതത്തിന് വഴങ്ങി സ്ഥാനാർത്ഥി തല നിർണയം നടത്തിയെന്നും യഥാർത്ഥ പ്രവർത്തകരെ പരിഗണിക്കുന്നില്ല എന്നുമുള്ള വാദമുയർത്തിക്കൊണ്ടാണ് കൂട്ടരാജി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തു കാട്ടിയ ഇടതു കോർപ്പറേഷൻ എളുപ്പത്തിൽ പിടിക്കാമെന്ന വിലയിരുത്തലാണ് ബി.ജെ.പിക്കുള്ളത്. സീറോ മലബാർ സഭയുടെ പിന്തുണ അതിനുണ്ടാവുമെന്നാണ് ബി.ജെ.പി നേതാക്കൾ പറയുന്ന കാര്യം. ഇക്കഴിഞ്ഞയിടെ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനടക്കമുള്ളവർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം പരാമർശ വിധേയമായെന്നാണ് പറയപ്പെടുന്ന കാര്യം. എന്നാൽ സഭാവൃത്തങ്ങൾ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. സഭയുടെ ഒരു സഹായവും ബി.ജെ.പിക്ക് ഇല്ലെന്നും അതുണ്ടെന്ന തരത്തിലുള്ള കള്ളപ്രചാരണം ബി.ജെ.പി നയിക്കുകയാണെന്നും അവരെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്ന കാര്യം. നിലവിൽ CPM ഭരിക്കുന്ന കോർപ്പറേഷൻ മേയർ തന്നെ CPM-നെ തള്ളിപ്പറയുന്നത് അവരുടെ വിശ്വാസ്യതയ്ക്കും കോട്ടം തട്ടിയിട്ടുണ്ട്. ബി.ജെ.പിക്കുള്ളിലെ ഉൾപാർട്ടി പോരിൽ തൃശൂർ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടേക്കുമെന്ന ആശങ്കയും കേരള നേതൃത്വത്തിനുണ്ട്. നിലവിൽ ബി.ജെ.പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് ഒരു മുഴ മുമ്പേ പ്രവർത്തനം തുടങ്ങിവെച്ചിരുന്നു. പാലക്കാട് എം.എൽ.എ രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ രംഗത്തിറങ്ങിയെങ്കിലും എം.എൽ.എ മണ്ഡലത്തിലെയും കോർപ്പറേഷൻ പരിധിയിലെയും പരിപാടികളിൽ സജീവമാണ്. ഇതിനു പുറമെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായ N. ശിവരാജന്റെ നേതൃത്വത്തിൽ ചില നേതാക്കൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ബി.ജെ.പിക്ക് കോർപ്പറേഷൻ പിടിക്കാനാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമെന്നും ഇത്തവണ കോൺഗ്രസ് കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നാണ് ചില നേതാക്കൾ അവകാശപ്പെടുന്നത്. ബി.ജെ.പി എ ക്ലാസ് എന്ന് തരം തിരിച്ചിട്ടുള്ള പല കോർപ്പറേഷൻ വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഘടക കക്ഷിയായ BDJS-ന് അതൃപ്തിയുണ്ട്.